മാലിന്യത്തോടായി പുതിയങ്ങാടിയിലെ കടവത്ത് തോട്. തോട്ടിൽ മാലിന്യം അടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്നതിനൊപ്പം പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. പലപ്പോഴും ഇവിടുത്തുകാർക്ക് ദുർഗന്ധം കാരണം വീടിനകത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ്. മാടായി പഞ്ചായത്ത് 16-ാം വാർഡിൽ പുതിയങ്ങാടി GMUP സ്കൂളിന് പിറകിലുള്ള കടവത്ത് തോട്ടിലാണ് മാലിന്യം അടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്നത്. ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും അറവുശാലയിലെയും വീടുകളിൽ നിന്നുള്ള മറ്റു മാലിന്യങ്ങളുമാണ് ഒരു കാലത്ത് നല്ല രീതിയിൽ ഒഴുക്കുണ്ടായിരുന്ന ഈ തോട്ടിൽ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത്. തോട് ഈ അവസ്ഥയിലായിട്ട് മാസങ്ങളേറെയായി. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ തോടിനരികെയുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കാറ്. മഴക്കാലമായാൽ തോടും വഴിയും മനസ്സിലാവാതെയാവും. മാലിന്യങ്ങൾ വഴിയിലൂടെ ഒഴുകി നടക്കും. കുട്ടികൾക്ക് അസുഖങ്ങൾ വിട്ടുമാറുന്നില്ലെന്ന് പ്രദേശത്തുകാർ പറയുന്നുണ്ട്. പലപ്പോഴും ദുർഗന്ധം സഹിക്കാനാവാതെ വീടിനകത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥ. ഇതിനോടുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെൽ, ഇത് വെള്ളം വെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. കുട്ടികൾക്ക് ശ്വാസം മുട്ടൽ അങ്ങനത്തെ എല്ലാം ഉണ്ടായിന്. ഇത് സാധാരണ ഇങ്ങനെ വെറ്റാറില്ല. കുറേ കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കൊന്നും നമുക്ക് നടക്കാനേ പറ്റില്ല. നമ്മൾ പറയേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും ഇതാക്കിയിട്ടില്ല ഇതുവരെ. ഇത് വൃത്തിയാക്കിയാൽ നമുക്ക് സമാധാനമായി. നമ്മളിവിടെ 13 വർഷങ്ങളായി താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നമ്മൾ വന്നിടത്തോളം ഇങ്ങനെ അവസ്ഥ കാണുന്നു. ഇതുവരെ ഈ ഭാഗത്ത് വെള്ളം മാത്രം പറ്റലില്ല. എന്നുവെച്ചാൽ ഇത് വല്ലാണ്ടൊരു അസ്വസ്ഥതയാണ് നമുക്ക്. നമ്മൾ ചില സമയം ഞങ്ങൾ ജനലും ഡോറെല്ലാം അടച്ചിട്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കലാണ്. ഇവർ കോട്ടയസാരോടെല്ലാം ചോദിച്ചാൽ തന്നെ അവർക്കും അറിയാം ഇതന്നെ സംഭവം. സമീപ പ്രദേശത്തെ വീടുകളിലെ കിണർവെള്ളത്തിൽ പോലും മാലിന്യത്തിന്റെ ദുർഗന്ധം എത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ കൂടിയാണ്. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് കടവത്ത് തോടിലെ മാലിന്യങ്ങൾ നീക്കി പ്രദേശത്തുകാരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തോടിന്റെ പരിസരവും മാലിന്യ കൂമ്പാരത്താൽ മൂടിക്കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ഒരു നാടിനെ മുഴുവൻ പകർച്ചവ്യാധിയിലേക്ക് തള്ളിവിടുകയാണ് ഈ തോടും പരിസരവുമെല്ലാം. തോടിന് സമീപത്തെ ഈ വഴിയാണ് ഇവിടുത്തെ നിരവധി പേർ ആശ്രയിക്കുന്നതും. ഇനിയും അധികൃതർ ഇവരുടെ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കരുത്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.